ഇനി നമ്മുടെ കുറച്ച് ഈ കപ്പലണ്ടിയാണ് നമ്മൾ നട്ടു കൊടുക്കുന്നത്. അങ്ങനെ ചോദിച്ചാൽ നമുക്കറിയില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആയോട്ടെ. അപ്പൊ നമ്മുടെ എന്താ പറയാ പയറിനൊക്കെ വെണ്ണൂടാറായിട്ടുണ്ട്. അപ്പൊ കുറച്ച് വെണ്ണൂറൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോന്നു കേട്ടാ. പിന്നെ ഈ പ്രാവശ്യം പ്രത്യേകത എന്റെ കൊടയും കൂടി എടുത്തിട്ടുണ്ട്. കാരണം ഒരു ചെറുതായിട്ട് നല്ല മഴക്കാരുടെ ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ട്. ചില സമയത്ത് നല്ല കാറ്റ് വരുന്നുണ്ട്. അപ്പൊ കൊടയും കൂടി എടുത്തു. പിന്നെ നമുക്ക് ഒരു വേനൽ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ നല്ല മഴയാണ് അത് പെയ്തതെന്ന്. അപ്പൊ നമ്മുടെ പയറിട്ടാ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പറമ്പിൽ ചെറുതായിട്ടൊക്കെ ഒരു കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്ന്. അതായത് നമ്മുടെ ഇവിടുത്തെ ഈ പറമ്പില്. അപ്പൊ ഫസ്റ്റത്തെ ആൾക്കാർ നമ്മുടെ പയറാട്ടാ. കട തൊടാതെയായിട്ട് നമ്മൾ വെണ്ണൂറ് ഇട്ട് കൊടുക്കുക. നമുക്ക് പയറുണ്ടായി കാണുമ്പോ എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മൾ പയറിന് എന്താ ചെയ്യാറുണ്ട്. നമ്മൾ പയറിന് ഒന്നും ചെയ്യില്ല. ഈ ഒരു വലിപ്പം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വെണ്ണീർ ഇട്ട് കൊടുക്കുക. ഇത്രയും കാര്യം മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. ഈ വെണ്ണീർ ഇട്ടതിന്റെ മുകളിൽ പിന്നെ മണ്ണിട്ട് കൊടുക്കും. വേറെ ഒന്നും നമ്മൾ പയറിന് ചെയ്യാറില്ല. പിന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷായിട്ട് അവിടെ എനിക്ക് നമ്മുടെ കപ്പലണ്ടി നടാനുള്ള സ്ഥലം കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടാ. ഇനിയിപ്പോ എന്നിട്ടാണെങ്കിലേ നമുക്ക് കൊള്ളി പറിക്കാനുണ്ട്. പിന്നെ നമ്മുടെ കഴിഞ്ഞ വട്ടത്തെ പൂവൻകൊല നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ 2 കൊലം കൂടി ഉണ്ടായിരുന്നില്ലേ, അവര് ഒടിഞ്ഞു വീണിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ വെട്ടിയെടുക്കാട്ടാ. പിന്നെ ഇതൊക്കെ ഇനി ഷായിട്ടിന് അവിടുത്തെ കള കഴിയുമ്പോ ഇത് മണ്ണിടും. ഒരു കൊല എന്ന് പറയണത് ഇതാ ഇത് ഇട്ടാ കണ്ട. ഈ ഒരു കൊല വീണു. ഇത് ആദ്യം വെട്ടാം. ഇത് ഒരെണ്ണം അപ്പുറത്തും. ഇത് പിന്നെ പഴുക്കണ്ട, മൂപ്പായിട്ടുണ്ട്. പക്ഷെ നമ്മൾ മുന്നേ വെട്ടിയതിന് ഇത്തിരി മൂപ്പ് കുറവുണ്ട് കേട്ടോ. എങ്കിലും പഴുക്കാതിരിക്കില്ല. ഇനി നമ്മുടെ കൊള്ളി പറിക്കാണ്ട് ഞങ്ങോട്ട് പോവാ. കൊള്ളി പിന്നെ നമ്മൾ ഈ മതിലിടം നോക്കി ഈ അറ്റം തൊട്ട് അറ്റം വരെ അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മുടെ ഈ ഒരു കൊള്ളിത്തറിയായിട്ട് നമ്മൾ പറിക്കുന്നത്. അപ്പൊ ഇതിന്റെ തല ഒന്ന് ഒടിച്ചു കളയട്ടെ. ഒരു തടസ്സം പോലെ പറിക്കാൻ നിൽക്കുമ്പോളേ. അതെ, ഇതെനിക്ക് എന്തായാലും പറിക്കാൻ പറ്റും തോന്നണില്ല ഏട്ടാ. കാരണം എന്താ പറയാ, ഇതിനു മുന്നേ ഞാനൊരു കൊള്ളിത്തറി ഇതുപോലെ പറിക്കാൻ വന്നപ്പോ ഭയങ്കര ഈസി ആയിട്ട് പറിക്കാൻ കിട്ടി. അത് കണ്ടിട്ടാണ് ഞാൻ ഇതുകൂടി എനിക്ക് പറിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചേ. പക്ഷെ എനിക്കിത് പറിക്കാൻ പറ്റില്ല. ഞാൻ ഷായറിനെ വിളിക്കട്ടെ ഏട്ടാ. മഴയ്ക്ക് പെയ്ത കാരണേ മണ്ണിളക്കൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ആരോഗ്യം ഉണ്ടാവട്ടെ. ഷായറിനെ ഇളക്കുമ്പോ നന്നായിട്ട് ഇളകുണ്ട്. നല്ല മുറുക്കേണ്ടത്. എന്തായാലും ഈ പ്രാവശ്യത്തിൽ നമ്മുടെ കൊള്ളിത്തറി നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇതിന് മുന്നേ കുറച്ച് കൊള്ളിയൊക്കെ നല്ല വലിപ്പമുള്ള നല്ല കൊള്ളിയായിരുന്നു. അതേപോലത്തെ കൊള്ളി ഉണ്ടാവുന്നല്ലോ വിചാരിക്കും ഇതിലും.
പൊട്ടിയുണ്ട്. അയ്യോ പൊള്ളിയുണ്ട്. പക്ഷെ നോക്കിയേ ഇതിന്റെ ഒരു ഭാഗം പൊട്ടി. എന്താ പൊട്ടിയിരിക്കുക. അതായത് നമ്മുടെ കൊള്ളിത്തറി കണ്ട അത്ര കൊള്ളിയില്ലല്ലോ ചേട്ടാ. അത് ഇതിന് മുന്നൊരു ചെറിയ അധികം വലിപ്പില്ലാത്തൊരു കൊള്ളിത്തറി പറിച്ചപ്പോ നല്ല വലിപ്പുള്ള കൊള്ളി തന്നെ കിട്ടി കൂടുതലായിട്ട്. ഇതിന്റെ ഉള്ളിലേക്ക് ഒരു കൊള്ളി പോയിട്ടുണ്ട്. അതാണ് ഷേട്ട് നോക്കാം. ഷേട്ട് ഇതേനാ ആ തെറ്റിനാ അത് പൊട്ടും ചെലപ്പോ. എന്തേ കണ്ട, അതാണ് ആ കൊള്ളി പൊട്ടിയിരിക്കുന്ന കൊള്ളി. ഇത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല സാധാരണ നമുക്ക് കൊള്ളി പറിക്കുമ്പോ. ആ നേരെ അടിയിലേക്ക് ഇറങ്ങി നോക്കുക. നന്നായിട്ട് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. കൊള്ളിനെ മാത്രം ഇളക്കിക്കൊണ്ടിരുന്ന കിട്ടാവോ അല്ലേ? എന്നാ ഈ കൊള്ളിലേക്ക് മഴ പെയ്ത് തുടങ്ങിയാലോ ഒക്കെ ചീഞ്ഞും പോവും പെട്ടെന്ന്. ശരിക്കും കുഴി ഏളാങ്ക് എടുക്കണ അതിന് കിട്ടും തോന്നുന്നുണ്ട് ഷേട്ടാ. കിട്ടും ഇനി പൊട്ടും. അതിന്റെ തല പൊട്ടാൻ സാധ്യതയുള്ള പോലെ. ആ കിട്ടി. ദൈവം ഇത്രേ പോയിണ്ടായിരുന്നല്ലോ ഈ ഒരു കൊള്ളിക്ക് വേണ്ടിട്ട് എന്തോരം കഷ്ടപ്പെട്ടത് നമ്മള്. അത്ര വലിപ്പമുള്ള കൊള്ളിയും കൂടിയല്ല ഈ പ്രാവശ്യം. ആ നീളണ്ട്, കാണുമ്പോ നല്ല നീളൊക്കെ ഉണ്ട്. ആ വെറുതെ അല്ല അത് ഉള്ളിലേക്ക് പോയി നോക്കണേ. ആ ഇത് മതി. കാനുണ്ട്. ആ വെയിറ്റ് ഉണ്ട് കേട്ടാ, കാണുന്ന പോലെയല്ല. പക്ഷെ നമുക്ക് നന്നായിട്ട് കൊള്ളി കിട്ടാറുള്ള കാരണമാണ് നമുക്കിത് കിട്ടിയപ്പോ ഇത് കുറവ് പോലെ തോന്നി നോക്കണത് കേട്ടാ. അടുത്ത് നടാനുള്ളതാ. ഇനി നമ്മുടെ പണിക്ക് പോട്ടെ. പയർ മണ്ണില്ല. നോക്കിയേ ഷായട്ടിന്റെ ഒരു തടന്താ മണ്ണിട്ട് കഴിഞ്ഞുട്ടാ പയറിന്റെ. ഇപ്പൊ രണ്ടാമത്തെ തടാണ് ഷായിട്ട് മണ്ണിടുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പലവട്ടം കാണിച്ചിട്ടുള്ള കാര്യങ്ങളാട്ടാ. ഇതേപോലെ തന്നെ പയറിന് വെണ്ണീറിട്ട് മണ്ണിടണം നോക്കി. അപ്പൊ നൈസായിട്ട് നമ്മൾ മണ്ണൊന്ന് മുകളിൽ ഇട്ട് കൊടുക്കുള്ളൂ. കണ്ട ഇതേപോലെ കൂടുതൽ മണ്ണിടേണ്ട ആവശ്യമൊന്നുമില്ല. പയറിന്റെ ആ തണ്ടൊന്നും ഒടിയാത്ത രീതിയിൽ ഇടണമെന്നുള്ളൂ കേട്ടാ. അപ്പൊ ഷായട്ടിനെ സംബന്ധിച്ച് ഷായിട്ട് ഇത് എപ്പോഴും ചെയ്യണ കാരണേ ഷായിട്ട് ആ കൈക്കോട്ടോണ്ട് തന്നെ കടയ്ക്കൊന്നൊരു കംപ്ലൈന്റ് ഇല്ലാത്ത രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കും. അപ്പൊ ഞാനിനി കപ്പലണ്ടി കാണാൻ പോട്ടെ ഷായിട്ടാ. എനിക്ക് കപ്പലണ്ടി നാളെ സ്ഥലം റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ട് ഷായിട്ടിന്റെ. പിന്നെ ഒരു കാര്യട്ടാ, നമ്മളോട് ഇതേപോലെ ചോദിക്കുന്നതാട്ടാ പലരും, നിങ്ങൾക്ക് ഇത് എങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ട് എപ്പോഴും ഇരിക്കാൻ പറ്റണെന്ന്. അങ്ങനെ ചോദിച്ചാൽ നമുക്കറിയില്ല അതെന്തുകൊണ്ടാന്ന്. അത് ഇങ്ങനെ ചെയ്തൊരു ശീലായി. നമുക്കൊരു ദിവസം ഇങ്ങനത്തെ ഓരോ പണികൾ ചെയ്താലേ നമ്മുടെ ഒരു ജീവിതം മുന്നോട്ട് പോയി എന്നുള്ള ഒരു തോന്നൽ വരുന്നുള്ളൂ. അതന്നെ ഒരു രസം. അത് ശരിക്കും നമ്മൾ സന്തോഷത്തോടെ ചെയ്യുന്ന പണികളിൽ ഇതൊക്കെ. അപ്പൊ നോക്കി നമ്മള് കണ്ട
ഈ കപ്പലണ്ടിയാണ് നമ്മൾ നട്ടു കൊടുക്കുന്നത്. അപ്പൊ ഈ കപ്പലണ്ടി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മള് 2 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് വെള്ളം ഊറ്റി കളഞ്ഞു. പിറ്റേ ദിവസം ആ നേരം ആകുമ്പോഴേക്കും, അതായത് നമ്മളിപ്പോ രാവിലെയാണ് ഈ 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വെള്ളം ഊറ്റി കളഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആ നേരം ആകുമ്പോഴേക്കും തന്നെ ചെറുതായിട്ട് മുള വന്ന് തുടങ്ങൂട്ടാ. അപ്പൊ ഈ കപ്പലണ്ടി എന്ന് പറയുന്നത് നമ്മൾ പച്ച കപ്പലണ്ടിയാണ്, സാധാരണ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന പച്ച കപ്പലണ്ടി. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നീലക്കടല എന്നും പറയും, പക്ഷെ നമ്മളിവിടെ കപ്പലണ്ടി എന്നാണ് പറയാറ്. അപ്പോ ഈ കപ്പലണ്ടി നമ്മൾ ഇപ്പോ വേഗം നടാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മള് ഒരു വീഡിയോയില് മുന്നത്തെ വീഡിയോയില് നമ്മൾ കപ്പലണ്ടി പറിക്കണതായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കപ്പലണ്ടി എങ്ങനെയാണ് നടുക, ഏത് തരം കപ്പലണ്ടിയാണ് നടണേന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന കപ്പലണ്ടി തന്നെയാണ് നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാമെന്ന് നമ്മൾ പറഞ്ഞു, കപ്പലണ്ടി നട്ട സമയത്ത് നമ്മൾ വെറുതെ നട്ടു പോകുന്നുള്ളൂ, പിന്നെ ഒന്നും ചെയ്തില്ലാന്ന്. അപ്പൊ നന്നായി കിട്ടി. ആ ഒരു ഇൻട്രസ്റ്റിലാണ് നമ്മൾ വേഗം തന്നെ കപ്പലണ്ടി നടണത് കേട്ടാ. അപ്പൊ നട്ടുകൊടുക്കാം. അപ്പൊ നോക്കി നമ്മള് സൈഡ് ഞാൻ പറഞ്ഞല്ലോ തടെടുത്തോണ് കണ്ട, ഇതേപോലെ ഒരു തടെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് വെറുതെ ഇങ്ങനെ ഒന്ന് നീക്കി ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്ക വേണ്ട കേട്ടാ. അധികം താത്തൊന്നും വേണ്ട, വെറുതെ. അപ്പൊ ഏതാണ്ട് ഒരു അടി അകലം വെച്ചിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നേരെ തന്നെ വീണ്ടും നമ്മൾ എടുക്കാണ് കേട്ടാ. അപ്പൊ നമ്മുടെ കപ്പലിന്റെ നടല് കഴിഞ്ഞു. ഇതിന്റെ മുകളിൽ ഒന്ന് നമ്മൾ വെള്ളം ഒന്ന് പാറ്റി കൊടുക്കൂട്ടാ. ഇതേപോലെ നമ്മൾ നന്നായിട്ടൊന്ന് എന്താ പറയാ, തട നന്നായിട്ട് നനയേണ്ട പോലെ ഒന്ന് നനച്ചു കൊടുത്താൽ മതിട്ടാ. നമ്മള് നല്ല വെയിലുള്ള കാരണേ നമ്മള് വാഴക്കൈ മുറിച്ച് മുകളിൽ ഇട്ടിരിക്കട്ടാ. കാരണം മഴ പെയ്യാണെങ്കിൽ തന്നെ ആ പെയ്യുമ്പോഴത്തെ ഒരു ഇതല്ലേ ഉള്ളത്, ഭയങ്കര ചൂടല്ലേ. അപ്പൊ പിന്നെ പെട്ടെന്ന് മുകളിലേക്ക് വന്നോളൂ, ആ നിലവിൽ തന്നെ നിക്കല്ലേ. ഇനി നമുക്ക് വീട്ടിൽ പോവാം. പക്ഷെ കുട കൊണ്ടിട്ടൊരു ഗുണം ഉണ്ടായില്ല കേട്ടാ, മഴ പെയ്തില്ല. ഇപ്പോഴത്തെ മഴയ്ക്ക് രാത്രിയില പെയ്യണേ. ഈ കൊല്ലം അധികം വെയിറ്റ് ഇല്ലാത്ത കാരണേ കൊണ്ടുവരാൻ സുഖായി. ഇനി അങ്ങനെ നമുക്ക് വീട്ടിൽ പോവാട്ടാ. ഇനി നമ്മുടെ കുറച്ച് മുളക് പഴുത്തിട്ടുണ്ട്, അപ്പൊ അതും കൂടി ഞാൻ പൊട്ടിച്ചെടുക്കട്ടെ.
മുളകിനെ കുറിച്ച് പിന്നെ നമ്മൾ എപ്പോഴും വീഡിയോയിൽ പറയാനുള്ളതല്ലേ, ഇതേപോലെ പഴുത്തിട്ട് കിട്ടുന്ന മുളക് നമ്മള് വീട്ടാവശ്യത്തിന് ഉണക്കി പൊടിപ്പിക്കണ കാരണമാണ് ഇതുമ്മ നിർത്തി പഴുപ്പിക്കണേന്നുള്ളത്. അപ്പൊ നമ്മുടെ മുളക് പൊട്ടിക്കല് കഴിഞ്ഞു കേട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ കൊള്ളിയും ബീഫായിട്ട് വെക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് ബീഫ് വേവിച്ചെടുക്കണം. അപ്പൊ ഇതാ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 1.5 കിലോ ബീഫാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ നമ്മുടെ ഈ ബീഫ് എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാറ്റി എടുത്തിട്ടുള്ളതാണ് കേട്ടാ. അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പൊ ഇതാ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമ്മൾ അതിലേക്ക് നോക്കിയ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാനിപ്പോ ഇതാ 1 ടീസ്പൂൺ ഉപ്പും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഉപ്പും പൊടിന്ന് എന്തിനാ പറയണേന്ന് എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞ് ശീലിച്ചിട്ടാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാട്ടെ അങ്ങനെ പറയാതിരിക്കാനായിട്ട്. ഇനിയിപ്പോ ഞാൻ അതിലേക്ക് ഇതാ 2 കതിര് കറിവേപ്പില നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ മസാല ബീഫുമ്മ നന്നായിട്ട് പിടിക്കേണ്ട രീതിയിൽ തന്നെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി തിരുമ്പി കൊടുത്തോളൂ കേട്ടാ. ഒന്ന് കൈ വാഷ് ചെയ്യട്ടെ. ഇനി നമുക്കുണ്ടല്ലോ ഇതാ മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടി ഞാനിതാ തീ കത്തിച്ച് നമ്മുടെ കുക്കറിന്റെ അടുപ്പമ്മ കയറ്റിയിട്ടുണ്ട്. 1 വിസില് നല്ല ഫുൾ തീയിലെടുക്കുക. അതിനുശേഷം 2 വിസിൽ തീ കുറവില് മതി കേട്ടോ. അപ്പൊ നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ നമ്മുടെ ബീഫൊക്കെ ഇവിടെ കിടന്ന് വേവുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കൊള്ളി ഒന്ന് നന്നാക്കി എടുക്കണം കേട്ടാ. അപ്പൊ ഞാനിതാ 3 കൊള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഏതാണ്ട് ഒരു 2 കിലോന്റെ അടുത്തേക്ക് ഉണ്ടാവും കേട്ടോ നമ്മുടെ ഈ കൊള്ളി. അപ്പൊ അങ്ങോട്ട് നീങ്ങിയിരുന്ന് ഞാൻ നന്നാക്കി എടുക്കട്ടെ. നമ്മുടെ കൊള്ളി നോക്കിയേ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ നുറുക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ള കൊള്ളിയാണ്. അപ്പൊ നമുക്ക് ഇതാ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ ഇതാ കുറച്ച് വെള്ളം ഒഴിക്കാട്ടോ. കാരണം ഇത് തിളച്ച് കഴിഞ്ഞ് നമുക്കൊന്ന് വെള്ളം ഊറ്റി കളയണം. അപ്പൊ ഇതാ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഏതാണ്ട് കൊള്ളിട്ടിട്ട് ഒരു 3/4 ഭാഗത്തോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി ഇതാ മൂടി വെച്ച് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. ഒരു തള വന്നാൽ മതി. ആ വെള്ളം നമുക്ക് ഊറ്റി കളയാം. ഒപ്പം നമ്മുടെ ബീഫ് ഇവിടെ വന്ന് വിസിലൊക്കെ വന്ന് ഞാനിതാ തീ ഓഫ് ചെയ്തു. അപ്പൊ അതായത് നമ്മൾ 1 വിസില് ഫുൾ തീയിലും പിന്നെ 2 വിസില് തീ കുറവിലായിരുന്നു. അപ്പൊ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇനി എയറൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് തുറക്കാം. അതെ നമ്മളിപ്പോ ഈ നിൽക്കണോടത്ത് ഇത്തിരി വെയിലായി തുടങ്ങി. അപ്പൊ അങ്ങോട്ട് മേശം നമ്മൾ നീക്കിയിട്ടിട്ടാട്ടെ ഇനി ചെയ്യണേ. പിന്നെ ഒരു കാര്യം കേട്ടാ, കഴിഞ്ഞ വീഡിയോയില് എന്താ പറയാ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുമ്പോ ഞാൻ പെട്ടെന്ന് ക്യാരറ്റ് ഹൽവ നമ്മുടെ ഉരുളിയിലേക്ക് ഒഴിക്കുമ്പോഴേ അവിടെ പപ്പായ ഒഴിച്ചുകൊടുക്കാട്ടാന്ന് പറയുന്നുണ്ട്. കുറെ പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്. കുറെ പേര് ഞാൻ പറഞ്ഞത് തെറ്റി പറഞ്ഞത് അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. എങ്കിലും എനിക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, സ്മിത പപ്പായ അല്ലല്ലോ ക്യാരറ്റ് അല്ലേന്ന്. ശരിയാണ്, ക്യാരറ്റ് ആണ്. ഞങ്ങളെ ഇതിന്റെ ഇടയില് ഈ പാചകം ചെയ്യുന്നതിന്റെ ഇടയിൽ പപ്പായ ഹൽവ മുന്നുണ്ടാക്കിയതിനെ കുറിച്ചൊരു സംസാരം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പിന്നാലെയാണ് ഈ ഒരു സംഭവം നമുക്ക് ഒഴിക്കേണ്ട വന്നത്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് തെറ്റിയിട്ട് വായിൽ വന്നതാട്ടാ പപ്പായ എന്നുള്ളത്. നമ്മൾ നോക്കിയാ കൊള്ളി വെച്ചിട്ട് ഇതാ തിളച്ച് വന്നിട്ടുണ്ട് കണ്ട.
ഇതേപോലെ ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലത്തെ വെള്ളം ഒന്ന് ഊറ്റി കളയാം കേട്ടാ. ഒന്ന് ഊറ്റി കളയട്ടെ. വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് നോക്കിയ 2 കതിര് കറിവേപ്പില, 4 പച്ചമുളക് ചെറുതാക്കി നുറുക്കിയത്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് കേട്ടാ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഞാനിതാ 1 ടീസ്പൂണും പിന്നെ ഇതാ ഇത്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. എന്നിട്ട് നമുക്ക് ഇനിയിപ്പോ കൊള്ളി വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒപ്പം നമുക്ക് ഇതിലേക്ക് ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടാ. മഞ്ഞപ്പൊടി ഇതാ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതാ മൂടി വെച്ച് തീ കത്തിച്ചു കൊടുക്കാം. ഇനിയിപ്പോ ഇവിടെ കിടന്ന് കൊള്ളി വേവട്ടെ കേട്ടാ. നമ്മളിതാ കൊള്ളി അടപ്പത്ത് വെച്ചിട്ട് ഇതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടാ. നമുക്ക് കൊള്ളി നന്നായിട്ട് വേവണം. ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മളിതാ മൂടി വെച്ചിട്ടുണ്ട് കേട്ടാ. നമുക്കുണ്ടല്ലോ ഇതാ കൊള്ളി ഒന്ന് തുറന്ന് നോക്കാം കേട്ടാ. കൊള്ളിയല്ല മൂടി. അപ്പൊ നോക്കിയേ നമ്മുടെ കൊള്ളിയൊക്കെ ഇതാ വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഇതാ വറ്റി വന്നിട്ടുണ്ട്. ഇതേപോലെ ഇരിക്കണം കേട്ടോ. കൊള്ളി നന്നായി വെന്ത് ചാറൊന്നുമില്ല കണ്ട, വെള്ളമൊന്നുമില്ല, ആ രീതിയിലാണ്. അപ്പൊ നമ്മുടെ ഇതാ കൊള്ളി വെന്തിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ നമ്മളെ തിളച്ച് കഴിയുന്ന സമയത്തുണ്ടല്ലോ ഒന്ന് ഉപ്പുണ്ടോ നോക്കിയോളൂ കേട്ടാ. ആ സമയത്താണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ടത്. ഇത്രയും വെന്തിട്ട് നോക്കരിക്കോ, അത് ഞാൻ വിട്ടുപോയതാ പറയാനായിട്ട്. അപ്പൊ ഇതാ കൊള്ളി റെഡിയായി. നമുക്കിതാ മൂടി വയ്ക്കാം. ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ ബീഫ് വെന്തോ നോക്കാം കേട്ടാ. അപ്പൊ ഇതാ കാണുമ്പോ തന്നെ അറിയാം നമുക്കിതാ ബീഫ് വെന്തിട്ടുണ്ടെന്നുള്ളത്. നമ്മളൊരു കഷ്ണം ഇങ്ങനെ എടുത്തിട്ട് ഇതാ കണ്ടാ വെന്തിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പോ നമുക്കിവിടെ വെക്കാനാണ് സ്ഥലം കുറവ്. അപ്പൊ ഞാനേ നമ്മുടെ കൊള്ളീനെ ഇങ്ങോട്ട് താഴേക്ക് ഇറക്കി വെക്കട്ടെ. ഇനി നമുക്കുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് നമുക്കിതാ ഒരു ചട്ടി അടപ്പത്ത് കയറ്റാട്ടാ. ഈ ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചട്ടി ചൂടായി നമുക്ക് അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടാ. അപ്പൊ നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ വേണം, കാരണം നമ്മുടെ മസാലയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പൊ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടാ. വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് നോക്കി നമ്മള് ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം കേട്ടാ. പെരിഞ്ജീരകം ഇതാ പൊട്ടി തുടങ്ങി. അപ്പൊ ഇതിലേക്ക് ഇതാ കറുകപ്പട്ട, പിന്നെ ഒരു 4 ഗ്രാമ്പു, കറുകപ്പട്ടയും ഗ്രാമ്പൊക്കെ ഇതാ നന്നായിട്ടൊന്ന് ചൂടായി നന്നായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് നമുക്കിതാ ഇഞ്ചി, അപ്പൊ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു 3 ടീസ്പൂണിന്റെ അവിടേക്ക് ഇഞ്ചി ഉണ്ട്. ഇഞ്ചിയൊക്കെ ഇട്ട് ഇതാ ഇഞ്ചി ഒരു നന്നായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടാ. നല്ലൊരു മണം വന്നു തുടങ്ങി ഇഞ്ചി ഇട്ടിട്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് നോക്കി 2 തുടം വെളുത്തുള്ളിയാണ് അതെ ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ടിട്ടും ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. വെളുത്തുള്ളി ഇട്ടതാ വെളുത്തുള്ളിക്ക് നന്നായി വാടിതാ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നോക്കി നമ്മള് 4 പച്ചമുളക് ഇട്ടാ, പഴുത്ത പച്ചമുളകാണ് നമ്മൾ എടുത്തിട്ടുള്ളത്.
ഈ പച്ചമുളക് നമുക്ക് ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകൊക്കെ ഇട്ടിട്ട് നല്ല മസാലയുടെ ആ ഒരു മണം വന്നു തുടങ്ങി. അതായത് പച്ചമുളകിന്റെ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ കൂടി ചേരുമ്പോഴത്തെ ഒരു നല്ലൊരു മണം കേട്ടാ. ഈ ഒരു സമയത്ത് നമ്മൾ നോക്കിയാൽ ഇതിലേക്ക് ഞാനിതാ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 30 ചുവന്നുള്ളിയുടെ അവിടേക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടാ. ഇട്ടുകൊടുക്കാം. ഇനി നമുക്കുണ്ടല്ലോ ഈ ചുവന്നുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടാ. നമ്മൾ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നോക്കിയാൽ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊരു കളർ ഇങ്ങനെ മാറി വന്നിട്ടുണ്ട് കണ്ട. ഈ ഒരു സമയത്ത് നമ്മൾ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 3 സബോള ചെറുതാക്കി നുറുക്കിയതാണ് നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടാ. ഈ സബോള നന്നായിട്ടൊന്ന് വഴറ്റി തന്നെ എടുക്കണം. അതായത് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വരുന്ന ഒരു രീതി, ചെറുതായിട്ട് ഇട്ട് അത്രേ വേണ്ടോ. നോക്കിയേ നമ്മൾ സബോളയൊക്കെ ഇട്ടത് നോക്കിയ സബോള ചെറുതായിട്ട് ഒരു ഗോൾഡൻ കളറിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇനി ഇതിലേക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടാ. അപ്പൊ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആദ്യം 1 2. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് കാശ്മീരി മുളകാണ്. അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി 1 2 3. പിന്നെ നമുക്കിതാ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഒരു 3/4 ടീസ്പൂൺ കേട്ടാ. പിന്നെ ഗരം മസാല പൊടിച്ചത് 1 ടീസ്പൂണും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് ഈ പൊടികളൊക്കെ ആ ഒരു പച്ച മണം ഉണ്ടല്ലോ അതൊന്ന് പോണ വരെ, അതായത് ഒരു പച്ചക്കുത്ത് ഉണ്ടാവും നമുക്ക്, അതുവരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ ഇട്ടിട്ട് നോക്കി അതിലത്തെ ആ ഒരു പച്ച കുത്ത് പോയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നോക്കി 2 തക്കാളി ചെറുതാക്കി നുറുക്കിയതിട്ടാ ഇട്ട് കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം കേട്ടാ. തക്കാളിയൊക്കെ ഇട്ടതാ നന്നായിട്ട് തക്കാളി വെന്ത് വന്നിട്ടുണ്ട് കണ്ട. ഈ സമയത്ത് നമ്മൾ നോക്കിയതിരിക്കുക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടാ. ഇതേപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ. നമ്മളുണ്ടല്ലോ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിതാ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ കണ്ട. ഇതേപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കിതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ബീഫ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടാ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടാ. ഇതേപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കുക. ഉപ്പില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇപ്പൊ ഇതേപോലെ ഇളക്കി കൊടുത്ത് നമുക്കത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ മസാലയൊക്കെ ഇറച്ചിമേ പിടിക്കേണ്ട രീതിയിൽ കേട്ടാ. അപ്പൊ ഞാനിതാ മൂടി വെച്ചിട്ടുണ്ട്. തീ കൂട്ടി തന്നെയാണ് വെച്ച് നോക്കണേ. നന്നായിട്ട് തിളക്കട്ടെ കേട്ടാ. ഇനി നമുക്കുണ്ടല്ലോ മൂടി ഒന്ന് തുറന്നു നോക്കാം കേട്ടാ. അപ്പൊ നോക്കിയേ തിളച്ചതാ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തീ കുറവില് ഒരു 5 മിനിറ്റ് നേരം നമുക്കിടാം കേട്ടാ. അപ്പൊ നമ്മുടെ ഈ ചാറൊക്കെ ഒന്നും കൂടി കുറുകി വരും. പിന്നെ എന്റെ ചട്ടിയായ കാരണം ഇത്രയും കൂടി നല്ല കുറുകിയൊക്കെ വരും കേട്ടോ ചൂടാറുന്നതിനനുസരിച്ച്. അപ്പൊ ഇപ്പൊ ഞാനിതാ തീ കുറവില് ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ വെക്കുന്നുണ്ട് കേട്ടാ. നോക്കിയേ നമ്മൾ 5 മിനിറ്റ് തീ കുറവില് വെച്ചപ്പോ നോക്കി നമ്മുടെ ബീഫ് കറി നോക്കിയേ കണ്ടാ. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഈ ഒരു അളവിലാണ് നമ്മള് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ചട്ടി ആയ കാരണം ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് കുറുകി വരും കേട്ടോ ഇതിലിരുന്നിട്ട്. അപ്പൊ ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പൊ നമ്മുടെ ബീഫ് റെഡി. ഇനി നമ്മളിതുണ്ടല്ലോ നമ്മുടെ കൊള്ളി ഇവിടെ വെന്തിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ കൊള്ളിയും ബീഫും കൂടിയിട്ട് ഞാനൊരു പ്ലേറ്റില് കഴിക്കേണ്ട രീതിയിൽ ഇടണം. അപ്പോൾ നമുക്കൊന്ന് സെറ്റ് ചെയ്യാട്ടാ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇടുന്നത് നമ്മള് മല്ലിയില ആട്ടാ. മല്ലിയില ഇങ്ങനെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ കൊള്ളി ഇതേപോലെ നമ്മള്
കൊള്ളി ഇട്ട് കൊടുക്കുക. ഇതിന്റെ മുകളിലായിട്ടാണ് നമ്മള് നമ്മുടെ ബീഫ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല ചട്ടിയിലായ കാരണം കണ്ട തീ ഓഫ് ചെയ്തിട്ടും കിടന്ന് തിളക്കണണ്ട. അപ്പൊ ഇതാ ബീഫ് ഇട്ട് കൊടുക്ക. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമ്മളിതാ വീണ്ടും കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടാ. പിന്നെ വീണ്ടും ഇതിന്റെ മുകളിലായിട്ട് നമ്മളിതാ കൊള്ളിയിട്ട് കൊടുക്കും. നമ്മുടെ ബീഫ് കാണാത്ത രീതിയിൽ നമ്മൾ ഇതാ കൊള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു കേട്ടാ. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതിന്റെ മുകളിൽ ഇതാ കുറച്ച് ചാറാണ് നമ്മൾ ചെറുതായി അധികം കഷ്ണമില്ലാണ്ട് ചാറ് മാത്രം ഒഴിച്ചു കൊടുക്കും. ഇതാണ് നമ്മുടെ കൊള്ളിയും ബീഫും. എന്നിട്ട് ഇതിന്റെ മുകളിൽ വീണ്ടും നമുക്കിതാ മല്ലിയിലോടൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടാ. ശരിക്കും കൊള്ളിയും ബീഫും വെക്കുമ്പോ മല്ലിയിലേക്കൊക്കെ നല്ല പ്രാധാന്യം ഉണ്ട് കേട്ടാ. ഇത് റെഡിയായി. അപ്പൊ നമുക്കൊരു ടീസ്പൂണൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് അമർത്തി കൊടുക്കാം, ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഇനി അപ്പൊ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഷാരിനെ വിളിക്കട്ടെ കേട്ടാ. അപ്പൊ ഞാനിതാ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടാ. ചേട്ടൻ ടീസ്പൂൺ ഈ പ്ലേറ്റിലേക്ക് നമ്മളിത് കമത്താട്ട് ചെയ്യാ. ഇങ്ങനെയാണ് ഞങ്ങക്ക് അന്ന് തന്നത്. ഞങ്ങളെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയിട്ട് കപ്പ ബിരിയാണി ഓർഡർ കൊടുത്തു. അപ്പൊ ഞങ്ങക്ക് കിട്ടിയത് ഇങ്ങനെയാണ് ആയിട്ടാണ് ഇട്ടത്. സാധാരണ നമ്മള് ഒരുമിച്ചിട്ടിട്ടല്ല വെക്കുക. നമ്മള് ഒറ്റയ്ക്കായിട്ട് ഒരു ഒറ്റ പ്ലേറ്റിലായിട്ട് അവരിങ്ങനെ കമത്തി ഇങ്ങനെ തന്നു ശരിക്കും. അപ്പൊ നമ്മളിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പ ബിരിയാണി വെക്കുമ്പോ എങ്ങനെയാ കപ്പ കൂടുതലും ബീഫ് കുറവ് എന്നിട്ടാണ് നമ്മള് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് വെക്കുക. പക്ഷെ ഞങ്ങൾക്ക് ഓർഡർ ചെയ്തപ്പോ കിട്ടിയത് എങ്ങനെയാട്ടാ. അപ്പൊ നോക്കിയാ ഇതിങ്ങനെ നമുക്ക് മനസ്സിലായി ഉള്ളിലേക്ക് നോക്കുമ്പോ വേണ്ട നല്ല ചാറും ബീഫും ഒക്കെ കൂടി ആ കപ്പ അങ്ങനെ പിടിച്ചിട്ടുള്ള ആ രീതിയിലാണ് നമ്മളൊരു പാത്രത്തിൽ ഇങ്ങനെ അടക്കി വെച്ച് ഇങ്ങനെ പ്ലേറ്റിലേക്ക് ഇടുമ്പോൾ നമുക്ക് കിട്ടുക. ഇങ്ങനെ നോക്കട്ടെ ആ രുചി വന്നിട്ടുണ്ടോന്ന് അറിയില്ല. ശരിക്കും ഞാൻ അന്ന് ഇതേപോലെ അങ്ങനെ അറിഞ്ഞിട്ട് വീട്ടിൽ വെച്ച് നോക്കിയപ്പോ എനിക്ക് ആ രുചിയിലേക്ക് തന്നെ കിട്ടിയിട്ടാ. അടിപൊളിയാ. വലിയ കഷ്ണം തരുന്നില്ല ഇല്ലേ? അതേപോലെ അല്ലേ? അടിപൊളിയാട്ടാ ഈ ചിക്കൻ ബിരിയാണി. അല്ല ചിക്കൻ ബിരിയാണി എന്ന് പറയുന്നത് കപ്പ ബിരിയാണി. ഇപ്പോഴും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കുറെ തെറ്റാ. നമ്മള് കൂടുതൽ അങ്ങനെ പറയാത്ത കാരണം. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ. അതേമാതിരി സൂപ്പർ സാധനമാണ്. നിർത്തല്ലേ? അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാ.